1000 കോടിക്കൊന്നും കിട്ടത്തില്ല കേട്ടോ അലീന. എനിക്ക് വിഷമം കിട്ടില്ലെങ്കിൽ. പക്ഷെ മറ്റേ മുതുക്ക് പമ്പിന്റെ ബാലൻസ് എന്തായാലും സാബുരിന്റെ കാണുമല്ലോ. സാബുര് സിറ്റി ഇല്ല, അതാണ് പ്രശ്നം. ഉച്ചിര കയ്യിൽ ഐ ഡി കാർഡ് ഉണ്ടോ? ഇല്ല. ഐ ഡി കാർഡ് പോയിട്ട് പമ്പിൽ നിർത്തിയിട്ട് ഓപ്ഷന് വന്നു കഴിഞ്ഞാൽ കയറാൻ പറ്റും. എങ്ങനെ? ഐ ഡി കാർഡ് എടുക്കണം എന്നിട്ട് ഓപ്ഷന് വന്നാ കേറാൻ പറ്റും. ഞാൻ ഓപ്ഷന് പോവാ. ഞാനും വരുന്നേ. അതല്ലേ പറഞ്ഞ അതിന്റെ മോനെ. നീ അല്ലെങ്കിൽ അങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് വാ, സംസാരിച്ചു നോക്കാം. സിറ്റി അങ്ങ് അടിപൊളിയല്ലേ? ആൾക്കാരൊക്കെ എന്തോരം ആൾക്കാരാ വരണത് ഓപ്ഷനൊക്കെ വിളിക്കാം. പണ്ടൊക്കെ ഒരു നാറി വരത്തില്ല. ഇനി ചന്ദ്രൻ പറഞ്ഞ പോലെ ഇനി ഫ്യൂവലിന്റെ ഒക്കെ റേറ്റ് കൂട്ടും റേറ്റൊക്കെ കൂട്ടുക. ലെവി ഉണ്ടോ സിറ്റിയില്? ലെവി 69. എടാ 100 ആയിസടാ നിനക്ക് 100 ആയിസടാ. നിന്റെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. എടാ ഞാൻ വണ്ടി നോക്കിട്ടെ. ഒരു 3000 കോടി ചന്ദ്രനോട് 3000 കോടിയില്ല. നമ്മൾക്ക് പാർട്ണർഷിപ്പിൽ പമ്പ് വിളിക്കാൻ നമ്മൾ വന്നേ. നമ്മളെ മിക്കവാറും ഇവിടെ മറ്റേ 7-1 നോക്കട്ടെ. നമ്മുടെ ബിൽഡിങ്ങിനടുത്ത് പാർട്ണർഷിപ്പ് മറ്റേ നമ്മളല്ല IBX നമ്മളെ രണ്ടുപേരും മുതുക്കൊക്കെ കഴിഞ്ഞല്ലോ. ഇന്നലെ കഴിഞ്ഞു. 10000 കോടിക്ക് പോയി. എത്ര 1000 കോടി? എന്റെ 1000, 1200, 1300 കോടി. 1300 കോടിക്ക് അല്ലാണ് അത്രയൊക്കെ വിളിച്ചിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. സീരിയസ്ലി സാറേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഐഡി കാർഡ് സാറേ, ഐഡി കാർഡ് ഇല്ലാണ്ട് കയറ്റുമോ? സാറേ നിങ്ങളുടെ ഓഫീസേഴ്സ് ഇല്ലാണ്ട് എങ്ങനെ ഐഡി കാർഡ്? ഇത് നേരത്തെ വരണമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അത് വരാത്തത് നിങ്ങളുടെ കുറ്റമാണ്. നേരത്തെ വന്ന് സാർ 3 മണിക്കൂറായിട്ട് നോക്കി നിൽക്കും, അവിടെ ആരും വരുന്നില്ല. 3 മണിക്കൂറാ? നിങ്ങൾ നേരത്തെ അവിടെ കണ്ടിട്ട് അരമണിക്കൂറായി. സാറേ ഞങ്ങളുടെ കൂട്ടത്തില് 2 പേർക്കുണ്ട്, ഒരാൾക്കാ ഇല്ലാത്ത. അപ്പൊ അത് കുഴപ്പമുണ്ടോ? ഞങ്ങളിവിടെ 8 മണി, അതായത് സിറ്റി കത്തുന്ന മുമ്പ്, അത് 8 മണിക്ക് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ്. 8 to 10 വരെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോഴും നിങ്ങൾ കണ്ടില്ലല്ലോ. അപ്പൊ നമ്മൾ അനൗൺസ്മെന്റ് വിട്ടു ഐഡി കാർഡ് കൊടുക്കേണ്ടതുണ്ട്. ഐഡി കാർഡ് അനൗൺസ്മെന്റ് ഇട്ടിരുന്നു നമ്മള്. അതും പുറത്ത് വിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് എടുക്കാൻ വന്നായിരുന്നില്ലേ സാറ്? കുറച്ചു മുമ്പ് പീഡിയിൽ വന്നായിരുന്നില്ലേ? അതിന് കുറച്ച് മുന്നെയാണ് ഐഡി കാർഡ് ഇഷ്യൂ നിർത്തിയത്. അല്ല എന്റെ ഐഡി കാർഡ് ഉണ്ട്, എനിക്ക് ഐഡി കാർഡ് കിട്ടി. ഞാൻ ചോദിക്കണതല്ല. ഐഡി കാർഡ് ഉള്ളവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോറി സാറേ. ഐഡി കാർഡ് നിർബന്ധമാണോ? കമ്പൽസറി ആണോ? സ്ട്രിക്റ്റ് ഓർഡർ ആണ് ഐഡി കാർഡ് വേണം എന്നുള്ളത്. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല. എടുത്തിട്ട് വരുമല്ലോ. എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആർക്കില്ലാത്ത ഐഡി കാർഡ്? ചന്ദ്ര വന്ന സമയത്ത് അതിന് മുന്നേ ഞാൻ വന്നയാ. അവിടെ ഒരാള് നിന്നത് AFK. പരിചയക്കാരില് വരും. നൈസായിട്ട് കേറാം. മരം മുടയാ. നിങ്ങൾക്ക് പീ വാങ്ങി പരിചയമാണെങ്കിൽ വിളി. അന്ന മാഡം ഉണ്ട്. അന്ന മാഡത്തിന് എന്റെ കിച്ചൂസിനെ വിളിച്ചോട്ടെ. അല്ല കിച്ചൻ അതെ സ്റ്റീവ് ചന്ദ്രബോസ്, നാളെ സ്വന്തം ക്ലബിന്റെ ഒരു പരിപാടി ഉണ്ട്, വരുവോ? നാളെ എന്ത് കഥ ഉദ്ഘാടനം, വെഹിക്കിൾ റിവ്യൂ. അറിയാം. നാളെ
പറയട്ടെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യട്ടെ പറ്റേ ഗൈസ്. അപ്പൊ നമ്മുടെ ബ്ലാക്ക് മാഫിയയുടെ ഒഫീഷ്യൽ വണ്ടി ഗാംഗോസ് അല്ലല്ല വീടല്ലേടാ, ഓഫീസ് പോലെ ഓഫീസ് അങ്ങനെ അതുപോലത്തെ സംഭവങ്ങളെല്ലാം ഒരു RP-ല് റിവീൽ ചെയ്യാണ് നാളെ. കഷ്ടമായിട്ട് ആദ്യമായിട്ടായിരിക്കും ഒരു ക്ലബ്ബ് ഇത്ര അടിപൊളിയായിട്ട് സിറ്റിയിൽ ചെയ്യുന്നതെന്നാണ് എന്റെ വിശ്വാസം. നാളെ അതുണ്ടായിരിക്കും. നമ്മള് ഇപ്പൊ പരിപാടിക്കൊക്കെ പോകുന്നതായിരിക്കും അവരുടെ. അപ്പൊ എല്ലാരും വരണം, നാളെ കാണണം. ഓക്കെ, നാളെ ഈകൾ എല്ലാരും ഉണ്ടാവും. ഫോൺ എടുത്തൂടെ ആര് ഓക്കെ ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. പരിപാടിയൊക്കെ നന്നായിട്ട് ചെയ്യും. നാളെ കാണാം, നാളെ സെറ്റാക്കാം എന്തായാലും. കേട്ടല്ലേ നീ? പിന്നെ ചേച്ചി ആരും ഫോൺ എടുക്കുന്നില്ലാട്ടാ. പിന്നെ ടൈം ആകുമ്പോ എല്ലാരും വരുമായിരിക്കും, നോക്കാം. മറന്നു കാണൂലല്ലേ? ഇല്ലല്ല, മറന്നിട്ടില്ല. എത്ര മണിക്കാളെ? അതല്ല പിന്നെ മറന്നു. എന്ത് മറന്നു എടാ, നിന്റെ തന്തയുടെ വീടല്ലേ ഇതിങ്ങനെ തോന്നും പോലെ ഒട്ടിക്കുന്ന. വണ്ടി ഇവിടുന്ന് മാറ്റിയിടുന്നത് ബ്ലോക്ക് ചെയ്യല്ലേ, കുറച്ച് മുന്നേ ഞാൻ പാർക്കിങ്ങിലെ സാറേ വെച്ചിനെ. സന്തോഷം പണി മാറ്റി കൊടുക്കേട്ടാ. ഓരോന്ന് കാണിക്കുന്നക്ക നോക്ക് ചന്ദ്ര. ഏ ഒരു ഡുബ് പറഞ്ഞ ഡുബ് ഡുബ് പടത്തിന് വേണ്ടിയാ, പടത്തിന്. അത് തരാം. അത് ഇന്ന് തന്നെ നല്ല മൂഡായോണ്ട് കറക്റ്റ് ആയിട്ട് നിനക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മള് ഏത് പമ്പാ പോയി വിളിക്കണേ? നമ്മള് വിളിക്കാൻ പോയിട്ട് നിന്നെ കേട്ടത്തില്ലല്ലാത്തോട്ട് നമുക്കെടാ ID കാർഡ് തരോ? ID കാർഡ് പറ്റില്ല. എന്താണ് ബ്രോ? ബ്രോ പുറത്തിറങ്ങ, പുറത്തിറങ്ങ വാ. ഒത്തിരി നൈസറിച്ച് കാശ് കൊടുത്ത് വളയ്ക്കാൻ നോക്കട്ടെ. ചന്ദ്ര ഒരു ട്രിക്കെല്ലാം ഉണ്ട് സാധനം കിട്ടാൻ. സാറേ ഒരു സെക്കൻഡ് ഒരു കാര്യം ചോദിക്കാനാ. സാറേ 1 സെക്കൻഡ് കം. യു ആർ വെരി ബാഡ്. ഞാൻ സംസാരിക്കാം. സാറേ ഒന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമായിരുന്നു. സാറേ ഓ കുറച്ച് കാശ് തരാം. കാശ് തരാം. അല്ല ഇവിടുന്ന് ഇതാക്കിയാലും മിസ്റ്റർ എക്സിന്റെ വക ചെക്കിങ് വേറെ വിഷയൊന്നുമില്ല, നമ്മള് സെറ്റാക്കാം. സാറേ കാശാണല്ലോ സാറേ എല്ലാവർക്കും വലുത്. അല്ലല്ല, എനിക്ക് ജോലിയാണ് വലുത്. സാറേ ജോലി നമുക്ക് ഇതാരറിയാനാ, നമ്മൾ മാത്രമല്ല അറിയത്തുള്ളൂ. വേണ്ട സാറേ നമ്മള് ഒരു കാര്യം പറയാം, ഇത് നമ്മൾ നേരത്തെ ഇട്ടതാണ് സാറേ. 1 കോടി സാറേ, 1 കോടി. ഇല്ലല്ല, ബാക്കി സാർ എന്തേലും ചെയ്യും. കൈക്കൂലി തരാതെ നോക്കിയ കേസിൽ ഞാൻ ഇതാക്കും. പിന്നെ ID കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കൂടി കാര്യമില്ല. അതിനൊക്കെ സാറ് വളർന്ന വളർന്നു സാറേ. സാറ് അങ്ങനെയൊക്കെ അത്താക്കിട്ട് സാറ് സിറ്റിയിലേക്ക് നടക്കും. ഭീഷണിയാണോ സാറേ? ഭീഷണി നമ്മളങ്ങനെ ചെയ്യാറില്ല സാറേ. പിന്നെ ഭീഷണിയൊക്കെ ആണെങ്കിൽ സാറ് ഭീഷണിയായിട്ട് കൂട്ടിക്കോ. ID കാർഡ് ഉള്ളവനെ കേറ്റും സാറ് ചെല്ല്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെല്ല്. ഉമ്മ ഓഫീസ് ഡ്രസ്സിലൊക്കെ മരിച്ചു വീണത് മോശമാണ്. ഇല്ല ചന്ദ്ര, 10 ഇട്ടിട്ടുണ്ടായിരുന്നു കമ്പൽസറി ആണെന്ന്. അതായിരിക്കും. ഇല്ല എന്നിട്ട് കാശൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവനങ്ങ് വഴങ്ങളില്ല. അവനങ്ങ് വീട്ടിലുള്ള പറഞ്ഞതായിരിക്കും. എന്താ റെപ്യൂട്ടഡ് സ്കൂളോ? ഞാനിങ്ങനെ മറ്റേ കള്ളിയോ അങ്ങനെയൊന്നും അല്ലല്ലോ. അല്ല അത് സ്കൂളായിട്ട് കൂട്ടിയായിരുന്നു അവന് നാട്ടില്. എന്തായി ചന്ദ്രു? എന്തായി? എന്താന്ന് വെച്ചാ അറിഞ്ഞൂടാ. ഒരു കാര്യം ചെയ്യണം, വെളിയിൽ നിൽക്കടാ ഉച്ചരി. അതിനെ ഇല്ല, നമുക്ക് ഈ പീരിനെ പിടിച്ചോണ്ട് പോയിട്ട് ആടുന്ന് എടുത്തോണ്ട് വരാം. ഓക്കെ, അപ്പോൾ ഫൈനൽ കോൾ 6:30 CR IPX ഡാനിയൽ. ഫൈനൽ കോൾ. ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് IPX ഡാനിയൽ. ചന്ദ്രന്റെ വണ്ടിയുടെ ഹലോ, ഒരു മിനിറ്റ്. അല്ല മാഡം, ഇന്ന് ഇത്
ഇതെന്താണ്? എന്താണ് സാർ? ഹലോ, ഇതെന്താണ്? അറിയില്ലല്ലോ. അടുത്ത പമ്പ് എന്ന് പറയുന്നത് അണ്ണ 630 ഓടിക്ക് കിട്ടിയേ. 630 ഓടിക്കാ? 30. എല്ലാവർക്കും ആ. ഒരു നിമിഷം നോക്കാം. ഓക്കെ, മറ്റേ ഐബെക്സിലൂടെ പേരില വിളിച്ചത്. മറ്റേ ഇതിലേക്ക് ആക്കിത്തരാം, മാറ്റാൻ പറ്റും. ആ മതി. സെറ്റ്. അലീന 630 കോടി. ഓക്കെ, സ്റ്റാർട്ടിംഗ് ബേസ് പ്രൈസ് വരുന്നത് 200 പിന്നെ ആണ്. നമ്മള് Calling start. പയ്യന്മാരെ ഇതാക്കി വെച്ച് വിളിച്ചു. എടുത്തോ? ബിനാമി. Okay, കിട്ടിയോ? മാർക്കോ 250 കിട്ടാണ്ട് പിന്നെ. call ചെയ്തിട്ടുണ്ട്. 630. മുമ്പ് ഓപ്ഷന് കേറിയിട്ടുണ്ടോ? റേഡിയോ നമ്പർ അറിയോ? ആ ഞാൻ 223 5,000 6,000 ഹലോ amount ഒക്കെ. കേക്കേ ചന്ദ്രു എവിടാ? വിളിച്ചില്ല? ഓപ്ഷനില്ല? ഓപ്ഷൻ ഒന്നില്ല? ഞാൻ വന്നില്ല. നിങ്ങളവിടെ ഓപ്ഷൻ ഓപ്ഷൻ ഞാൻ ഉണ്ടോന്ന് അറിയാൻ വിളിച്ച. ഇല്ല. ഓക്കെ. എവിടെ? മറ്റേ മിസ്റ്റർ എക്സിന്റെ അടുത്തോ മീറ്റിംഗിൽ? അവിടുത്തെ ഓപ്ഷൻ അല്ല. ആ അതെ. അല്ല, എന്തിന്റെ ഓപ്ഷൻ ആന്ന്? ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല. പമ്പിന്റെ ഏത് എസ് പമ്പ് ഒക്കെ ഉണ്ടോ? എസ് പമ്പൊക്കെ ഉണ്ട്. നിങ്ങൾ വിളിക്കുന്നുണ്ടോ? ആ വിളിച്ച് പോയി. എത്ര 630 കോടി. കിട്ടിയില്ലേ? ആ അതെ കിട്ടി. 630 കോടി ഉള്ളായിരുന്നു. ആ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ബിനാമി വെച്ച് വിളിച്ചോണ്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിളിച്ചിരുന്നെങ്കിൽ കൂടിയനെ. അല്ല, ആ കഴിഞ്ഞോ? ഓപ്ഷൻ ഫുള്ള് കഴിഞ്ഞോ? ഇല്ല ഇനി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി കയറാൻ ഇനി ഏത് പമ്പുള്ള? ID കാർഡ് ഇനി അറിയത്തില്ല ശരിക്കും. പമ്പോണ്ടൊന്നും പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നുമില്ല. അതിന് വലിയ ഇതില്ല. ഓക്കെ ശരിക്കേ. ശരി. പമ്പിന്റെ വില കൂടി വെച്ചാനേ അടുത്ത വില നല്ല വിലയാ പെട്രോളിന്. അലീന ഇപ്പൊ ഏത് പമ്പ വിളിക്കണേ? ഇപ്പൊ പമ്പ് വിളിക്കണ പറഞ്ഞൂടാ. നിനക്കേത് പമ്പ് വിളിക്കുന്നുണ്ടാ? ഇല്ല. ഞാൻ പറഞ്ഞ വേണ്ട, നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്താ പോരെ. അതാ നല്ലേ. ഞാൻ തരാം, കാശ് തരാം ഞാൻ. കാശിന്റെ ഉണ്ട് 630 CR എന്ന് പറഞ്ഞ. ഹലോ ഹലോ പറഞ്ഞോ. ആരേത്? ആരാ? ഫോൺ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആരാന്നാ? നീ ആരടാ? ഇങ്ങോട്ട് വിളിച്ചേ. പരാതി മോനെ. നീ ബാൻ ഇട്ടോ പരാതി മോനെ വിളിച്ചാ? കിട്ടോടി? ചെലപ്പോ അലീന നിന്റെ പമ്പ് വിളിക്കാ? മറ്റേ പമ്പ് ഇല്ല വേണ്ട. വിളിക്കാം. ശരി, എല്ലാ പമ്പും കൂടി നോക്കാൻ ഭയങ്കര പാടാ. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്. റോള് തരുമോ നോക്കിയാ? എസ് പമ്പിൽ തരാം. ഷെയർ തരാം. ഞാൻ ഷെയർ ഇടാം. ആ ഷെയർ ഇട്ടോ എന്നിട്ട് ഷെയർ എടുത്ത ഹലോ. നമ്മൾ കോടതിക്കൊല്ലം വിളിച്ചിട്ട് സംസാരിച്ചു ചന്ദ്രോ. കോടതിയിൽ നിന്ന് പറയുന്നത് മിസ്റ്റർ എക്സിന്റെ പെർമിഷൻ ഉണ്ടായാൽ മതി, പീഡിന്റെ പെർമിഷൻ വേണ്ടാം. അപ്പൊ ഇപ്പം മിസ്റ്റർ എക്സിന്റെ പെർമിഷൻ ചോദിക്കാം. ഓപ്ഷൻ കഴിഞ്ഞ്. അപ്പൊ ഞാൻ എന്ത് മുഞ്ചാ ഇത്രയേറെ കോർട്ടിനോട് സംസാരിച്ചേ? കോർട്ടിനെ വിളിച്ചേ ഉള്ള കേറാൻ വേണ്ടി. ഇങ്ങോട്ട് ഞാൻ ബാക്കിലോട്ട് നോക്ക്. എടേ കോടതിയിലേക്ക് വിളിച്ചിരിക്കുന്നത്. ചന്ദ്രൻ പിന്നെന്തിനാണ് ആ കോർട്ടിന് ഇത്ര ആളെത്ര പീഡിയായിട്ട് അടി പിടിച്ചോന്നെ? അതാ അത് ലാസ്റ്റ് മിസ്റ്റർ എസിന്റെ സമ്മതം മതി എന്ന് പറഞ്ഞു. മിസ്റ്റർ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റോ? എടാ നീ പോട്ടെ അവനെ വിളിച്ചു അവനെ കൊന്നുകളങ്ങ് ആ പീഡിനെ. വേണ്ട ബേന് കിട്ടും. എടാ നമ്മളൊരു സംസാരിച്ചൊരു ഇതില് കശവിശയായി അടിച്ചോ കൊന്നു, അത്രേ ഉള്ളൂ. ഇല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മൾ ഒരു ലെവലിൽ എത്തിയിരിക്കാണ്. മിസ്റ്റർ എക്സിന് സമ്മതിച്ചാ മതി. ആണോ? ആ എന്ത്? മിസ്റ്റർ എക്സിന്റെ ആരെങ്കിലും അറിയോ വലിയ ആളെ? അറിയില്ല. നേരത്തെ എന്തും ചന്ദ്രനോട് പറഞ്ഞല്ലോ മിസ്റ്റർ എക്സ് സമ്മതിച്ച് വല്ല അത് പീഡിയാണ് അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. നീ ചുമ്മാ ഇതുപോലെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കാതെ. എന്ത് ചോദ്യം ചന്ദ്രല്ലേ പറഞ്ഞേ? എസ് പമ്പ് നമ്മക്ക് കിട്ടണം. നമ്മളെ എസ് പമ്പ് നമ്മക്ക് കിട്ടണം. കിട്ടിയാ പിന്നെന്താ ആദ്യം പറഞ്ഞ പോരായിരുന്നു? 630 കോടിക്ക് നമ്മള് ബിനാമി വെച്ച് വിളിച്ച്. സുനാമി
എന്ത് മനസ്സിലായില്ല? ബിനാമി അതെന്താ? എടാ ബിനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ വേറൊരാള് എനിക്ക് പകരം വിളിക്കുന്നു. എന്തത് നിക്ക് ഈ നിക്ക് ഈ ഉണ്ട ചന്ദ്ര എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് അങ്ങ് തരണേ. ആലോചിക്കാൻ ഞാൻ. ചന്ദ്ര എന്താ ചന്ദ്ര ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ പീഡിനോട് സംസാരിച്ചിട്ട് ഉം. ഇത്ര കഷ്ടപ്പെട്ട് കോർട്ടിനോട് ഒരു അരമണിക്കൂറായി ഈ വണ്ടി കിട്ടിയത്. ആ കോർട്ടിനോട് ഒരു അരമണിക്കൂർ സംസാരിച്ചിട്ട് റെഡിയാക്കിയതാ. ഇപ്പൊ നമുക്കൊരു ഒരു എത്ര വേണ്ട ഒരു ഡെയിലി ഒരു 20 CR ഇട്ടാ മതി കേട്ടോ. അലിന ചേച്ചി വണ്ടി കയറ് വണ്ടി കയറ് വണ്ടി കയറ്. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. അമ്മല്ലേ കാശുണ്ടോ അങ്ങനെ കൊടുക്കാൻ? പോലീസ് റിവേഴ്സ് ഇങ്ങനെ എടുക്കാൻ പറ്റൂലല്ലോ. ഹലോ സാറേ ഇങ്ങനെ റിവേഴ്സ് എടുക്കാൻ പറ്റൂലല്ലോ. സംസാരിക്കാം പ്രശ്നം. ഹലോ സാറേ ഹലോ സംസാരിക്കാം ചന്ദ്ര സംസാരിക്കാം. നമുക്ക് മാത്രം റൂൾസ് ഓർക്ക് റൂൾസ് ഇല്ല. ഇതെന്ത് സംസാരിക്കാം നമ്മ അപ്പുറത്ത് റിവേഴ്സ് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇല്ല അപ്പുറത്ത് കൂടെ കറങ്ങി വരണോ? ഈ അപ്പുറത്ത് റോഡ് വെറുതെ അല്ലല്ലോ വെച്ചിനെ. സംസാരിക്കാം കാശ് ഞാൻ തരാം. പുറത്തോട്ട് വരാൻ പറ്റുമോ? അതല്ല അത് ഐബിഎക്സ് കൊടുത്തോളൂ. അപ്പൊ 1 month കഴിഞ്ഞിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ ഓണർഷിപ്പ്. പ്രശ്നമാക്കി പുള്ളിയുടെ പേരിലേക്കാ വിളിച്ചേക്കുന്നേ. ആ ഓക്കെ കുഴപ്പമില്ല. അപ്പൊ പുള്ളി ഉണ്ടല്ലോ അപ്പൊ കൊടുത്താ ഞാൻ ഈ നാളെ പമ്പിൽ വരുമ്പത്തേക്കും കാശ് മതി സെറ്റാക്കി. ഓക്കെ ശരി ഓക്കെ എങ്ങോട്ട് പോയി? എന്തോ വിഷയാക്കാൻ പോയി. അപ്പുറത്ത് കൂടെ കറങ്ങി വരണ്ടേ? നമ്മള് വണ്ടിയിൽ ഇടിച്ച് നിങ്ങൾ റിവേഴ്സ് വന്നിട്ട് ആരി റിയലി സോറി. പൈസ വേണല്ലോ അവര് ബമ്പർ പോയാണ്ടാ എന്താ കണ്ടാ. അപ്പൊ ഇപ്പൊ നമ്മള് സോറി പറഞ്ഞാൽ ഒന്നും ആവൂലേ? നമ്മള് ജയിലിട്ട് തൂക്കിക്കൊന്നേനെ. ആ സാറി ലീവ് ചെയ്തോ. ആ മാഡം താ പൈസ താ. ഇതൊരു റൂൾ വരേക്കല്ലേ നേരെ വന്നിട്ട് റിവേഴ്സ് എടുക്കുന്നത്. ഗിയർ മാറ്റാണ്ട് റിവേഴ്സ് വരൂലല്ലോ മാഡം. നിങ്ങള് റൂൾസ് ഒക്കെ പറയുന്ന ആൾക്കാരല്ലേ മാഡം? അപ്പൊ നിങ്ങൾക്ക് ചെയ്യാലോ. അപ്പൊ അത് ആ രീതിയിൽ നമ്മളാണെങ്കിൽ ഇപ്പൊ നേരെ വന്നിട്ട് ജയിലിട്ട് തൂക്കിക്കൊന്നേ. നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. എന്നിട്ടാണ് മിനാ തന്നെ വെറുതെ ജയിലിട്ട്. ബൈ ശരി ആര് സ്വാഗതം സാറേ. ഒരു ആയി തരോ? അല്ല മാഡം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി കറക്റ്റായിട്ട് പാർക്ക് ചെയ്ത് തരാം. വലിയ ആള് അല്ല കാശ് തന്നിട്ട് സംസാരിച്ചാ പോരെ? അതല്ല മര്യാദ. എന്താ പിന്നെന്താ പെർമിഷൻ ഉള്ള? നിങ്ങൾക്ക് ID കാർഡ് മേടിച്ചിട്ട് അത്തോട്ട് കയറ്റിയുള്ള പെർമിഷൻ അല്ല. നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടാവൂലേ? ഇല്ലീഗൽ അല്ലല്ലോ, ലീഗൽ അല്ലേ? അപ്പം നിങ്ങൾക്ക് അറിയാലോ എത്ര പൈസയാണ്. എനിക്ക് എന്റെ വണ്ടി എനിക്ക് ടൈം ഉണ്ട്. എനിക്ക് പോണം. എന്റെ വണ്ടി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാശ് തരണം. അത്രേ ഉള്ളൂ. കാശ് കൊടുക്കരുതെന്നാണ് നമ്മുടെ ഹയർ ഓഫീസേഴ്സ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇവിടെ കിടക്കുന്ന നിങ്ങളുടെ വണ്ടിയൊക്കെ ഇടിച്ച് നിർത്തിക്കട്ടെ? ഇവിടെ കിടക്കുന്ന വണ്ടിയൊക്കെ നിങ്ങളുടെ പിടി വണ്ടീനൊക്കെ. എന്നിട്ട് ഞാൻ പറയട്ടെ, എന്റെ വീട്ടിൽ വന്ന് ചോദിച്ചാൽ മതി. എന്റെ വീട്ടിൽ വന്ന് ചോദിച്ചാൽ മതി. എന്റെ തറവാട്ടിൽ നിന്ന് അട്ടിക്കണക്കിന് കാശ് എടുത്ത് തരുന്ന മാഡത്തിന്റെ പറഞ്ഞാൽ മതിയാ. ഞാൻ പറഞ്ഞ അല്ലല്ല പറഞ്ഞ മാഡം ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതി. എടാ മുച്ചിരി ചുമ്മാടാ മാഡത്തിന് അങ്ങനെ പറഞ്ഞാൽ മതി. എന്തേ ഞാനൊന്നും കേട്ടില്ല. എന്തേ എന്താ മാഡം? ഹയർ സീനിയേഴ്സിന്റെ ഓർഡേഴ്സ് ആണ്. എനിക്കത് പറയാനേ പറ്റുള്ളൂ. അതിന് ഹയർ ഓഫീസറിനെ വിളിക്കേ, ഞാൻ സംസാരിക്കാം. നമ്മ സംസാരിക്കാം. നിങ്ങളെ എല്ലാരും വിളിപ്പിക്കുന്നുണ്ടല്ലോ നമ്മളെ. ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് പോയാൽ മതി സാർ. അവിടെ ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് പോവാനാ? എനിക്ക് സമയമുണ്ട് മാഡം. നിങ്ങളെ പോലെ ഞാൻ ഇവിടെ വെയിലത്ത് വെറുതെ ഇരിക്കുകയല്ല. എനിക്കൊരു പണിയുണ്ട്. നിങ്ങൾ നമ്മളെ വണ്ടി ഓടിച്ചിട്ട് അതും പോരാ എനിക്ക് കേസ് കൊടുക്കാൻ പോകാമോ? മാഡം അല്ലേ പറഞ്ഞ മറ്റേ സാറെ പറഞ്ഞോട്ട് ഞങ്ങൾ ഡീൽ ചെയ്യാന്ന്. മാഡം ഡീല് അല്ല, ഞാൻ ഫോഴ്സിൽ അടിച്ചിട്ടില്ല. എന്റെ വണ്ടിയിൽ എങ്ങനെ അടിച്ചാലും എനിക്ക് കാശ് വേണം. അത്രേ ഉള്ളൂ. നിങ്ങളെ മിസ്റ്റേക്കാ. നിങ്ങളാ വന്നിട്ട് റിവേഴ്സ് എടുത്തത്. അപ്പുറത്ത് കൂടെ യൂ ടേൺ എടുത്തിട്ടാ പറഞ്ഞത്. റോഡിന്റെ മിനിമം റൂളാ അത്. ഡയറക്റ്റ് റോഡിന് റിവേഴ്സ് ആണോ എടുക്കുന്നേ? ഇത് എവിടുത്തെ റൂള്? അല്ല സാർ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് എന്ത് ഫയൽ എടുക്കാൻ? കണ്ട സാധനല്ലേ കണ്ണു മുന്നിലേ? അല്ല ഇപ്പൊ നമ്മളെന്തെങ്കിലും ആക്കില്ല. നിങ്ങൾ ഇത് ഫയൽ എടുക്കറ്റാ? ഫയൽ ചെയ്തിട്ടുള്ള കട്ടിയാ? ഇല്ലല്ലോ.
സാറേ സംസാരിക്കും സാറേ ഏതാ ഇതെന്താ ഇല്ല സാർ ഇവിടെ ചെല്ല ഇഷ്യൂ ഇല്ല അപ്പൊ ഇവിടെ ചെല്ല തീർക്കണമെന്നുണ്ട് ഞങ്ങക്ക് സാറേ ഞങ്ങളെ മിസ്റ്റർ എക്സ് ഞങ്ങളെ അതിന്റെ അകത്ത് കേട്ടല്ല സംസാരിച്ചു ഇവിടെ നിന്നാ സംസാരിക്കണേ അതന്നെ ഇത് ഓപ്ഷൻ ഏരിയ ആണ് എനിക്ക് പറഞ്ഞ മനസ്സിലായി നിങ്ങൾ എന്തിനാ ഇടപെടുന്ന ഈ അതായത് ഞങ്ങള് പീരീഡുള്ള സിറ്റുവേഷൻ ആണിത് നിങ്ങൾ എന്തിനാ ഇന്റർഫിയർ ചെയ്യണേ എങ്ങനെ ആരെ ഏരിയയിലും ഇത് പീഡിയാട്രിക് സിറ്റുവേഷൻ നടന്ന് ആ മാഡം പറഞ്ഞു ഇത് ഇവിടെ വെച്ച് സോൾവ് ചെയ്യാം ആ സാറിനെ പറഞ്ഞു വിട്ടു അതുകൊണ്ട് സംസാരിക്കുന്നത് ഞങ്ങള് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ വെറുതെ അല്ലല്ല എന്തിനാ ഇത്ര എന്തിനാ സിറ്റുവേഷൻ ഇത്ര വൾഗറാക്കണേ എടാ വന്നേടാ അമ്മ കുണ്ണത്തോളം പറയാമായിരുന്നു മിസ്റ്റർ എസ് പാവങ്ങളാ ഹലോ മേഡം പറയ് നിങ്ങളുടെ വണ്ടി തട്ടിയെന്നുള്ള ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ട് പീഡിയിലോട്ട് തന്നാ മതി ഞങ്ങളത് എടുത്തിട്ട് നിങ്ങൾക്ക് എന്താ അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ശരിയാവോ ഈ വണ്ടിന്റെ ബമ്പർ അല്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ ചെറുതായിട്ട് നിങ്ങൾ അങ്ങനെയല്ലോ ഞങ്ങള് നിങ്ങളുടെ വണ്ടിയിൽ പീടി വണ്ടി തട്ടേ മുട്ടേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി ആരെങ്കിലും എടുത്തോണ്ട് പോയാലും നിങ്ങളുടെ വണ്ടി തിരിച്ചിടാൻ വേണ്ടിട്ട് നിങ്ങൾ എനിക്ക് ലെറ്റർ അയക്കോ അല്ലെങ്കിൽ സാറേ എന്റെ വണ്ടി പീടി വണ്ടി കൊണ്ടു തരണം സ്റ്റേഷനിൽ എന്നിട്ട് സാർ ലെറ്റർ അയക്കണേ നഷ്ടപരിഹാരം മതിയോ നഷ്ടപരിഹാരം മതി അല്ലല്ല സാറേ എത്രയാണ് നഷ്ടപരിഹാരം ചോദിച്ചു അത് വരും ആദ്യം ബമ്പറിന് എത്രയാ എത്ര നമുക്ക് എല്ലാം കൂടി ഒരു സിയർ ആവില്ലേ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയല്ലേ ഒരു സിയർ തരണാണ്ട് ഇവിടുന്ന് നമ്മൾ സാറേ നിങ്ങൾക്ക് കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ വന്നൊരു കംപ്ലൈന്റ് നമ്മൾ വണ്ടി അടിച്ചാലും സാർ മാഡം നന്നായിട്ട് ഡീൽ ചെയ്തു മാഡം പറഞ്ഞു ഇപ്പൊ ഡീൽ ചെയ്ത് തരാന്ന് എന്നിട്ട് മാഡം ഡീൽ ചെയ്തോ സാറേ ഒരു വണ്ടി ഒന്ന് തട്ടി ഞങ്ങൾക്ക് അതിന്റെ നഷ്ടപരിഹാരം എനിക്ക് അങ്ങനല്ല വണ്ടി തട്ടിയ എങ്ങനല്ല എങ്ങനെ അറിയോ നേരെ പോയ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് നേരെ ബാക്കിലോട്ട് വരുന്നേ അപ്പുറത്തേക്ക് പോകുന്ന വണ്ടി അപ്പുറം യൂ ടേൺ എടുത്തിട്ടല്ലേ വരണ്ടേ ഇത് നേരെ റിവേഴ്സ് എടുത്തിട്ട് വന്നിനെ വീഡിയോ എന്ന് പറയുമ്പോ എന്നും അങ്ങനല്ല സാറേ ഇവിടെ നമുക്ക് സംസാരിക്കാം നിങ്ങൾ ചില്ലാൻ പറ്റൂലെന്ന് പറഞ്ഞില്ലേ പിന്നെന്താ കാശ് വേണം അത്ര കാശ് നമ്മൾ ചില്ല പോവാം കാശ് ചില്ലായിക്കോളാം സാറേ ഏത് തമ്മിലാ ഇറങ്ങി വന്നാലും ഞങ്ങൾക്ക് ടിക്കറ്റ് പറയാൻ പറ്റത്തുള്ളൂ ഇതിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല 5 മിനിറ്റ്സ് ഒന്നും പറ്റൂല 2 മിനിറ്റ്സ് വെയിറ്റ് അപ്പൊ നമ്മള് ഇങ്ങനെ ഇതാക്കുമ്പോ നമ്മളും ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഒറ്റയ്ക്ക് കഫ് ചെയ്യാൻ പാടില്ല ഓക്കെ നമ്മള് വണ്ടി അടിച്ചാൽ കഫ് ചെയ്യാൻ പാടില്ല ഞാൻ വണ്ടി അടിച്ചപ്പം മിസ്റ്റേക്കാന്ന് പറഞ്ഞപ്പോഴാ വെറുതെ വിട്ടെ ഹലോ ഹലോ സാർ ഞങ്ങള് വണ്ടി റിപ്പയർ ചെയ്തില്ല വേണ്ട റിപ്പയർ വേണ്ട സാറേ കാശ് മതി എനിക്ക് വണ്ടി എന്റെ വണ്ടി ഞാൻ തോന്നിടത്തുകൊണ്ട് റിപ്പയർ ചെയ്യാറില്ല സാറേ റിപ്പയറിംഗ് ഉള്ള പൈസ ഏതാ റിപ്പയറിംഗ് ഉള്ള പൈസ ഏതാ സാറേ എന്റെ വണ്ടിയിൽ എവിടെ എങ്ങനെ റിപ്പയർ ചെയ്യണം ഞാൻ തീരുമാനിക്കണം സാറേ ഏ സാധനം വെക്കണം പൈസ സാറേ പോരാ പിന്നെ എന്താ സാറേ എന്റെ വണ്ടിക്ക് ഞാൻ പറഞ്ഞ റേറ്റ് ആണ് അതെന്താണ് സാറേ അതങ്ങനെയാണ് സാറേ അതങ്ങനെയാണ് അല്ല അങ്ങനെയാണ് എന്നാ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയും പ്രശ്നമല്ല സാറേ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റിയതല്ലോ അന്ന് എന്നിട്ട് നിങ്ങൾ എന്നെ അന്ന കഫ് ചെയ്തിന്
അന്നെ കഫ് ചെയ്ത കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റൂ. വ്യത്യാസം ഉണ്ടാവും. അല്ലാതെ ചുമ്മാ അല്ലല്ലല്ല നിങ്ങളെ റോങ് സൈഡ് ആയിട്ട് അത് നിങ്ങൾ ചോദിച്ചോക്ക്, വലിയ ആളോട് ചോദിച്ചോക്ക്, അറിയാലോ അന്ന് എന്നെ വന്നിട്ട് വെറുതെ വിട്ടിയാ ചോദിച്ചോക്ക്. നിങ്ങൾ സൈഡാ മിസ്റ്റേക്ക് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം സാറേ നിങ്ങളെ വീടിന്റെ പേരല്ലോ, ഞാൻ ചോദിക്കൂലോ പേര്. ഹലോ ഹലോ മാഡത്തിനെ ഈ പരിപാടി അറിഞ്ഞു തുടങ്ങി മാഡം അങ്ങനെ അങ്ങ് പറഞ്ഞ പോരെ. ആദ്യമേ മാഡത്തിന് ആദ്യമേ മാഡത്തിന് ആദ്യമേ സാറേ ചില്ലാവ് സാറേ ചില്ലാവ് നിർത്ത് സാറേ എവിടെ കയറി വരുന്നത്? വണ്ടി ഇടിച്ചതിന്റെ കാശ് ആദ്യമേ തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് റോളായിരുന്നല്ലോ ഇവിടെ. സാറേ ആദ്യം മര്യാദയ്ക്കാ ചോദിച്ചേ, വണ്ടി ഇടിച്ചതിന് ഞങ്ങൾക്ക് കോമ്പൻസേഷൻ വേണം, ഞങ്ങൾ പോവാം. ഞങ്ങളുടെ വണ്ടിയിൽ പോന്ന് പറഞ്ഞു ഇടിച്ചാളെ പോന്ന് പറഞ്ഞു, ഇത് നമ്മ നോക്കിക്കോളാം ഈ മാഡം പറഞ്ഞു. അതെങ്ങനെ അങ്ങനെ പോവാൻ പറയുന്നേ? അങ്ങനെ പറഞ്ഞത് ആ വണ്ടിയിൽ ഓപ്ഷന്റെ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അവരെ അത് വേറെ ഡ്രൈവറിനെ. ഹലോ ഹലോ ഒരു മിനിറ്റ്. ഹലോ ഒലയാടി മോനെ, ഞാൻ വെറുതെ വിടാൻ പറ്റില്ല, ഇത് വെറുതെ വിടാൻ പറ്റില്ല. വാ നമ്മള് വെറുതെ വന്നിട്ട് ഇടിച്ചിട്ട് ആളെ പോയിട്ട് വിട്ട് തന്തായത്. 2 ഓപ്ഷന്റെ കാര്യത്തിനായിട്ട് 2 സിറ്റിസൺസിനെ കൊണ്ട് കാറിൽ പോയി. ഓക്കെ, ആ ടൈമിൽ കാറിന്ന് റിവേഴ്സ് വന്നു, അറിയാതെ ഇവരുടെ വണ്ടിയിലൊന്നും തട്ടി. അത്ര വലിയ വണ്ടീനെ അറിയാതെ. ഓക്കെ വേണ്ട 12 മണിക്കോ ഇവിടെ ഒരു സിനാരിയോ ആണ്. അത് കഴിഞ്ഞിട്ട് നാളെ വരാം. ഒരു മിനിറ്റ് സാറ്. വണ്ടി തട്ടി. നമുക്ക് ഭരത് ഓർഡർ അനുസരിച്ച് ഇവർ ചോദിക്കുന്ന പോലെ കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ഓൾസോ ആ വണ്ടിയില് 2 ഓപ്ഷന്റെ ആൾക്കാർ ഇരിക്കും. ഭരത് സാർ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല സിറ്റുവേഷൻ ഇത് പറയും എന്താ നടന്നേ പറയുന്നല്ലേ മുണ്ടാണ്ട് അതിന്റെ അടുത്ത് ഭരചന്ദ്ര സാറെന്നല്ലേ പറഞ്ഞ അങ്ങനെ നമുക്കറിയാം. സാറ് പറയും. ഇല്ല കുഴപ്പമില്ലല്ലോ. അല്ല എനിക്ക് കാശ് വേണ്ട, എനിക്ക് കാശ് വേണ്ട സാറേ. കാശ് വേണ്ട സാറേ, കാശ് വേണ്ടെന്ന് പറഞ്ഞില്ലേ? മതി ഓലയാടി. കേറ പോ. അതിന് നല്ലൊരു ഡബിൾ ഓപ്ഷൻ ആയിരുന്നു. ഇപ്പൊ ഒരു ചന്ദ്രന് ബേന് കിട്ടാനുണ്ട്. അല്ല വണ്ടി എടുത്തിട്ട് കൊണ്ടിങ്ങ് ഇടിച്ചാൽ മതിയായിരുന്നു, ഫയർ ചെയ്യണ്ടായിരുന്നു. കാശ് വേണ്ടാവില്ല. എന്തായത് ഒരു ലൂപ്പിലാ പെട്ടെ. വന്നാ നമ്മക്ക് അടിക്കാട്ടാ, ഒരു ബാക്ക് ഇത് വന്നാ അടിക്കേ പഞ്ഞുവിടാ. ഒരുമാതിരി കൊറേ നിയമങ്ങള്, ഒരുമാതിരി സത്യോ ഒരു ലോജിക് ഇല്ലാത്ത സംഭവം. അവരെ തന്നെ പോയി കംപ്ലൈന്റ് ചെയ്യാൻ അവര് ചെയ്ത കാര്യം ഓറല്ലേ പോയി കംപ്ലൈന്റ് ചെയ്യാൻ. ഇത് ആടത്തെ ലോജിക്ക് ഡിജെ പാർട്ടി മിക്സർ എനിക്ക് എന്റെ ആർപ്പി ഞാൻ ചെയ്യണ മിസ്റ്റർ എക്സ് അങ്ങനെ അവർക്കൊന്നും ഇന്റർഫിയർ ചെയ്യാൻ പറ്റാത്ത സീനാണ്. അത് എന്താ പറയണേ? വണ്ടി പറയേ ഇനിയിപ്പോ നമ്മ മഫ്തിയിൽ നടക്കണ്ടേ? മഫ്തിയില അല്ലെങ്കിൽ വലിച്ചം കയറ്റം മൂക്കിലങ്ങ് പന്നി പറ അടിച്ച വന്ന് വെടി വെച്ചാ പന്നി പറ പാനിഫയർ കൊടുത്തിട്ട് വെടി വെക്കാം. അല്ല അത് അവന് പീടി വണ്ടി ഫയർ ചെയ്തപ്പോ അവനെ കത്തി അവനങ്ങ് പൊളിഞ്ഞ കേട്ടാ. അല്ലല്ല അവന് പീടി വണ്ടി തൊട്ടപ്പോഴത്തേക്ക് അയ്യോ സാറേ വണ്ടി അടിച്ചു സാറേ അങ്ങ് നിലവിളി ഇവിടെ കിടന്നങ്ങ് നിലവിളി കൂട്ടബഹളം. ഒരു കോർട്ടിൽ പോയിട്ട് കേസ് എടുക്കട്ടെ, എന്നിട്ട് ഒരു ഇതെടുക്കാൻ വരും, കേസ് എടുക്കാൻ പറ്റേ, കേസ് എടുക്കാൻ പോട്ടെ. ബ്രോ സോറി കേട്ടോ. ഭരചന്ദ്രൻ ആണെന്ന് തോന്നുന്നു. അല്ല പരസാറിനെ വിളിക്കട്ടെ. സ്പീക്കർ എത്ര 100 അല്ലേ നമ്പര്?
അമ്മ ഹലോ മിസ്റ്റർ ചന്ദ്രൻ. സാറേ മറ്റേ ഒരു ഫൈൻ്റെ കാര്യം ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ വണ്ടി തട്ടി കോമ്പൻസേഷൻ ഞങ്ങൾ ചോദിച്ചായിരുന്നു. അത് വേണ്ടെന്ന് പറയാൻ വിളിച്ചത് സാറേ. ഞങ്ങൾക്ക് അതല്ല, ഇവിടെ ഒരു വണ്ടി ബേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനെതിരെ ഒരു വാണിംഗ് ഇതുണ്ടല്ലോ. ഇഷ്യൂ ചെയ്തിട്ടുണ്ട് സാറേ. എന്താ ഇഷ്യൂ ചെയ്താലും ഞാൻ പറഞ്ഞേ, എന്റെ വണ്ടി ഇടിച്ചിട്ട് നിങ്ങൾക്ക് കോമ്പൻസേഷൻ തരാൻ വേണ്ടിട്ട് എനിക്ക് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നിരങ്ങാൻ വയ്യ എനിക്ക്. അതുകൊണ്ട് നിങ്ങളുടെ വണ്ടി തരുന്നല്ല. അല്ല സാർ, എനിക്കതേ പറയാനുള്ളൂ. സാർ എന്ത് വാറണ്ട് ഇട്ടാലും എനിക്കതേ പറയാവുള്ളൂ. മനസ്സിലായില്ലേ? അല്ല സാർ, നിങ്ങളുടെ വണ്ടി ഒന്ന് ഞങ്ങൾ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കയറി ഇറങ്ങണോ? നിങ്ങളുടെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റേഷനിൽ ഞങ്ങൾ ഒരു മിനിറ്റ് അങ്ങനെ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. സാറിന് തെളിവുകളുണ്ടെങ്കിൽ സാറിന് വന്ന് ഇവിടെ വന്ന് സംസാരിക്കാം. കൂടെ കുറച്ച് മൊണ്ണ പോലീസിനെ പിടിച്ചു ചേർത്തിട്ട് സാർ ഡയലോഗ് അടിക്കില്ല ആവശ്യമായിരുന്നു. മനസ്സിലായോ? മൊണ്ണ പോലീസ് ആയിരുന്നാലും എന്ത് പോലീസ് ആയിരുന്നാലും പിന്നെ കുറച്ച് മൊണ്ണ പോലീസിനെ വെച്ചിട്ട് ആ പെണ്ണ് ഞാൻ മുട്ടൻ ചാറ. ഞാൻ ആദ്യം പോയിട്ട് ഉള്ള ആധാർ കാർഡ് കേൾക്കാൻ പോയപ്പോ ആ പെണ്ണ് ഒരുമാതിരി മുട്ട കൊണായിരുന്നു എന്നോട്. ചന്ദ്രു ഉണ്ടാക്കാം.